വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരിയിലെ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച വസ്തുക്കൾ കളക്ഷൻ പോയിന്റിൽ കൈമാറി. ഭക്ഷ്യവസ്തുക്കൾ, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശേഖരിച്ചത്. ഇത്തരമൊരു പ്രവർത്തനത്തിന് വിവിധ വ്യക്തികളുടെ സഹായങ്ങൾ ലഭിച്ചതായും വിദ്യാർത്ഥികൾ അറിയിച്ചു. നമ്മൾ ദേവഗിരി കോളേജിലെ സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇന്ന് പാക്കിങ്ങിനൊക്കെ ആയിട്ട് ഞങ്ങളാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇതിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദേവഗിരി കോളേജിലെ തന്നെ മറ്റു പല സ്റ്റുഡൻസും ടീച്ചേഴ്സും പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ള സിൽവേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സും ഇതിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ബോത്ത് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ അപ്പോൾ രണ്ടുപേർക്കുള്ള ഡ്രസ്സുകളുണ്ട്. പിന്നെ സാനിറ്ററി നാപ്കിൻസ് ഉണ്ട്, ചെരുപ്പുകളുണ്ട്, ഗ്രോസറി ഐറ്റംസ് ഉണ്ട്, പിന്നെ സാനിറ്റൈസർ, ടൂത്ത് ബ്രഷ്, സോപ്പ്, അത്തരം സാധനങ്ങൾ. അയ്യോ, വളരെ വലിയൊരു ആഘാതം തന്നെയാണ് ഉണ്ടായത്. നമ്മുടെ മലയാളി കൂട്ടായ്മേൻ്റെ ഒരു എന്താ പറയുക ശക്തി, നമുക്ക് എന്താ പറയാം, ഈ വയനാട്ടിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും പോയി ഹെൽപ്പ് ചെയ്തതും അപ്പം അങ്ങനെയൊക്കെ പറയാൻ പറ്റും. വലിയൊരു ദുരന്തം തന്നെയാണ് നമ്മൾ നേരിട്ടത്. അതെ, വളരെ ചെറിയ സഹായമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഉപകാരമാണ്. കാരണം ചിലപ്പം ആ ഒരു 10 പേർക്ക് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമല്ലോ, വലിയ കാര്യം തന്നെയാണ്. അതെ അതെ, എല്ലാവരും ഇതേമാതിരി സഹായിച്ചാൽ, ഇപ്പം ദുരിതാശ്വാസ നിധിന്റെ കാര്യമായാലും ഇതായാലും അങ്ങനെ എല്ലാവരും കൂടെ സഹായിച്ചാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ തന്നെ ഈ ദുരന്തത്തിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിന് എല്ലാവരും കഴിയുന്നത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുക, പറ്റുന്ന പോലെ, എത്ര ചെറുതാണെങ്കിലും പറ്റുന്ന പോലെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക. സഹായം നല്ലൊരു കാര്യമാണ്, അങ്ങനെ മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. നേരത്തെയും ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ കൂട്ടായ്മയിലുണ്ട്. 2019 ആ ഒരു പ്രളയം വന്നപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു രംഗത്തേക്ക് സജീവമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ നാട് നേരിട്ട പല പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഒരൊറ്റ ആളെന്നല്ല, ഇപ്പോൾ ഇവിടെ ഇത്ര പേരേ ഉള്ളൂ. ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് ഇന്ന് ഇത്തരം സഹായങ്ങളൊക്കെ എത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും മോട്ടിവേറ്റ് ചെയ്തിട്ട് ആ ഒരു രംഗത്തേക്ക് ഇറങ്ങാനുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും ആ ഒരു മനുഷ്യത്വം മനസ്സിലുണ്ടെങ്കിൽ ആരായാലും അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് എനിക്ക് തോന്നുന്നു. തങ്ങളാൽ കഴിയുന്ന സഹായം ദുരിതബാധിതർക്ക് എത്തിച്ച് മാതൃകയാവുകയാണ് ദേവഗിരി കോളേജിലെ വിദ്യാർത്ഥികൾ.